ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പോകുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് അടിപൊളി ഒരു പുതിയ ലോകത്തേക്കാണ്. വേറെ ഒന്നുകൊണ്ടുമല്ല, നമ്മുടെ തിരുവനന്തപുരത്ത് വെമ്പായത്തുള്ള സിയോൺ കുന്ന് ക്രിസ്മസ് പ്രമാണിച്ചിട്ട് ഈ പള്ളിയിൽ ഒരുപാട് സെറ്റപ്പുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാണാനാണ് ഞാൻ വന്നിട്ടുള്ളത്, അത് കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് സംഭവങ്ങൾ വായിക്കാം, എൻ്റെ മനസ്സിലിരിക്കാത്തതുകൊണ്ടാണ് ഞാൻ വായിച്ചു പറയുന്നത്. കേരളത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്മസ് ട്രീ ഇവിടെയാണുള്ളത്. തിരുവനന്തപുരം ജില്ലയിലെ വെമ്പായത്തുള്ള സിയോൺ കുന്നിലാണുള്ളത്. അതിൽ നമുക്ക് അഭിമാനിക്കാം കേട്ടോ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റാർ ഷോ, ക്രിസ്മസ് ട്രീ ഫെസ്റ്റ്, പിന്നെ വാട്ടർ ഫൗണ്ടൻ, മെഗാ പെറ്റ് ഷോ, സ്നോ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കയറി, അത് ലൈറ്റ് ഇട്ടില്ലായിരുന്നു. എൻ്റെ പൊന്നു മോനെ വിഷയം. ഏകദേശം ഒരു എത്ര നാളായിക്കാണ് ഈ പണി തുടങ്ങിയിട്ട്? ഇതിൻ്റെയൊക്കെ 2 മാസം കൊണ്ട്. ഉറക്കെ പറഞ്ഞോട്ടെ. 1.5-2 മാസത്തോളം പയ്യന്മാർ കട്ടയ്ക്ക് വന്ന് പണിയെടുത്തിട്ടാണ് ഈ സംഭവം അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് കാണാൻ വന്നില്ലെങ്കിൽ വൻ മണ്ടത്തരം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എൻ്റെ പൊന്നു ഒരു രക്ഷയില്ല. ഞാൻ ഇതൊക്കെ ലൈറ്റ് ഇടാതെ കണ്ടിട്ട് തന്നെ എൻ്റെ കിളി വന്നു കേട്ടോ. 2023 ഡിസംബർ 24 മുതൽ എത്രാം തീയതി വരെ? 31 വരെ ഈ സംഭവങ്ങളെല്ലാം ഇവിടെ കാണും കേട്ടോ. അപ്പോൾ എല്ലാവരും വരണം, കാണണം. പിന്നെ ഇത് പണി ചെയ്തവന്മാർക്ക് ഇരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കിടക്കാം. 6:30 മണിക്കാണ് ഉദ്ഘാടനം എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ 6:30 മണിക്കല്ലേ? അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് വിടാം. അത് ലൈറ്റ് ഉണങ്ങിയതിന് ശേഷം നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. അതുവരെ നമുക്ക് ഈ പള്ളിയും ചുറ്റുപാടും ഒന്ന് ചുറ്റി കറങ്ങാം. ബാ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6:30-ക്ക് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഈ ക്രിസ്മസ് ട്രീ, അതായത് 85 അടി പൊക്കം ഉള്ള ഈ ഒരു ക്രിസ്മസ് ട്രീ 1.5 മാസത്തോളം പണിയെടുത്തിട്ടാണ്. 1.5-2 മാസത്തോളം പണിയെടുത്ത്, കുറേ ദിവസത്തെ പണിയെടുത്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരുങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ പൊക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മോനെ കണ്ടു കഴിഞ്ഞാൽ അന്തം വിട്ടുപോകും. അടിപൊളി, ഒരു രക്ഷയില്ല. ഒരു ടവറിൻ്റെ അത്രയും പൊക്കം വരും. നോക്കി എൻ്റെ പൊന്നു. ഇത് ഇപ്പം ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇത് വലുതായിട്ട് ആരും അറിഞ്ഞിട്ടില്ല. നമ്മുടെ വെമ്പായത്ത് നിന്ന് കുറച്ച് അകത്തോട്ട് വന്നതിന് ശേഷം മാത്രമേ ഇത് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. സിയോൺ കുന്നം എന്ന് പറഞ്ഞാൽ കറക്റ്റ് സിയോൺ കുന്നം എന്ന് പറഞ്ഞ സ്ഥലത്തിലാണ് ഈ ഒരു സംഭവം ഉള്ളത്. നേരിട്ട് വന്ന് കാണുന്നതിൻ്റെ ഫീല് അത് വേറെ തന്നെയാണ് കേട്ടോ. 85 അടി പൊക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു ഒരു രക്ഷയില്ല. ഇതിൻ്റെ അകത്ത് ലൈറ്റാണ്, ലക്ഷക്കണക്കിന് ബൾബുകൾ ഇതിനകത്തുണ്ട് കേട്ടോ. ഒരുപാട് ദിവസത്തെ പണി എടുത്തിട്ടാണ് ഈ ഒരു സംഭവം ഇങ്ങനെ ബിൽഡപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. എൻ്റെ പൊന്നു ഒരു രക്ഷയില്ല. ഇന്നിപ്പോൾ ഇത് ഓപ്പൺ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി കാണാനായിട്ട് ഒരുപാട് പേര് വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും കൊണ്ടുവന്നുണ്ടെങ്കിൽ വന്ന് കാണണേ, മിസ് ചെയ്യരുത്. ഒരു രക്ഷയില്ലാത്ത സംഭവം. നമുക്കിനി കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചാൽ തീരാത്തൊരു സംഭവമാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ. ലക്ഷക്കണക്കിന് ബൾബുകൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു സംഭവം ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്തായാലും വളരെ നല്ലൊരു കാഴ്ചാനുഭൂതി സമ്മാനിക്കുന്നുണ്ട്. ഇത് നമ്മുടെ തിരുവനന്തപുരത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷം തന്നെയാണ്. നമ്മളിവിടെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരുപാട് പേര്, ഞാൻ പറഞ്ഞില്ലേ ഇന്നിപ്പോൾ ഇവിടെ സ്റ്റാർട്ടായതേ ഉള്ളൂ. ഇത്രയും ദിവസം വർക്കിന് ശേഷം ഇന്നാണ് ഇത് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കാണാനായിട്ട് ഇനി വരും ദിവസങ്ങളിൽ, അതായത് 31 തീയതി വരെ സമയമുണ്ട്. 31 തീയതി വരെ ഈ സംഭവം ഇവിടെ കാണും. ഇത്രയും പാടുപെട്ട് ചെയ്ത സംഭവമാണ്. എല്ലാവരും വന്ന് കാണണം, അടിപൊളിയാണ്.
ഒരു രക്ഷയില്ല. നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് വന്നതാണ്. അടിപൊളിയാണ്. എന്ത് പറഞ്ഞാലും മതിയാവൂല ഈ സംഭവത്തിനെ പറ്റി. ഈ ഒരു ക്രിസ്മസ് ട്രീ ആണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. ഇത് കൂടാതെ തന്നെ ഒരു സ്നോ വേൾഡ്, അതായത് പഞ്ഞിയൊക്കെ കൊണ്ട് വേറൊരു ലോകം തന്നെ ഇവിടെ ഒരു തീർത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ഒന്ന് പോയി കാണാം. അതിനു മുന്നേ നമുക്ക് ഈ പള്ളിയുടെ ചുറ്റുമുള്ള ഒരു ലൈറ്റും ബഹളമൊക്കെ ഒന്ന് കാണാം. കുറെ സ്റ്റാർ ഫെസ്റ്റ്, അതായത് ഒരുപാട് സ്റ്റാറുകൾ ഇങ്ങനെ തൂക്കി ലൈറ്റൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ഈ ഒരു വൈബ് വേറെ തന്നെയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു പള്ളിപ്പാട്ടൂടെ കേൾക്കാൻ വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് സ്നോ വേൾഡിനകത്തേക്കാണ്. കമോൺ. എൻ്റെ പൊന്നു, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 6:30 മണിയായപ്പോഴത്തേക്ക് ഇതിനകത്ത് കയറിയപ്പോൾ ഇതിനകത്ത് ഒരു ശകലം പോലും വെട്ടമില്ല. പക്ഷെ ഇതാ ഇപ്പോൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇതൊന്നും അല്ല, ഇതിനകത്തേക്ക് ചെന്ന് കയറണം. ഇതിൻ്റെ അകത്തേക്ക് ചെന്ന് കയറുമ്പോൾ ഉള്ളൊരു ഫീൽ ഉണ്ട്. എൻ്റെ പൊന്നു, ലാസ്റ്റിൽ ഒരു സംഭവം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതാണ് കാണേണ്ടത്. ഞാൻ പറഞ്ഞില്ല, ഒരു കാരണവശാലും ഇതൊന്നും മിസ് ചെയ്യാൻ പോകരുത്. അടിപൊളിയാണ്. ഇതിനകത്തേക്ക് പോകുന്നതും കളറൊക്കെ മാറി മാറി വരും. കണ്ടമ്പരന്ന് പോകും. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഫീൽ തന്നെയാണ്. ഇപ്പൊ ക്യാമറ എടുക്കണതിന് വരെ ഭയങ്കര ഒരു ഇതായിരിക്കും സംഭവം തോന്നുന്നത് അല്ലേ? ക്യാമറ എടുക്കണ ആള് തന്നെ പറയുന്നുണ്ട് കേട്ടോ, നല്ല രസമുണ്ടെന്ന്. ഇത് സൂപ്പറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വെമ്പായത്താണ് ഈ സംഭവം. അടുത്തുള്ളവരെന്തായാലും വന്ന് കണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കുറേ കൂടെ അകത്തോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ ഒരു സംഭവം ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കണ്ട് ഞാൻ അമ്പരന്ന് പോയി. അതെന്താണ് ആ സംഭവത്തിൻ്റെ പേര്? ഏതം തോട്ടമായിട്ട് കണക്കാക്കാം. ഒരു ഏതം തോട്ടമായിട്ട് കണക്കാക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് അത് കാണാൻ പോകാം. കമോൺ. ഇങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് ലൈറ്റിന്റെ കളറൊന്ന് മാറും, നീലയാവും. കമോൺ. പക്ഷെ ഇതിനകത്ത് ഇത്തിരി വെട്ടം കുറവാണ്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള വിഷ്വൽസ് നിങ്ങൾക്ക് കാണാൻ കഴിയത്തുള്ളൂ. നേരിട്ട് ഞാൻ പറഞ്ഞില്ല, നേരിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഫീൽ നിങ്ങൾക്ക് മനസ്സിലായി. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ഗുഹയാണ്. അപ്പോൾ അതിനകത്ത് കിളിനാഥ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സ്പീക്കർ വഴി കേൾക്കാൻ വരുന്നതാണ്. കമോൺ. ഇനി നമുക്ക് ആ ഒരു വിസ്മയം കാണാനായിട്ട് ഇതിനകത്തേക്ക് കിടക്കാം. വാ. എന്നെ ചിലപ്പോൾ കാണാൻ പറ്റൂല. ഇനി നോയ്സ് കൂടുതലായിരിക്കും, അതുകൊണ്ട് ചിലപ്പം വോയിസ് കിട്ടാൻ ചാൻസ് ഇല്ല. നമുക്ക് കുറച്ചൊരു മ്യൂസിക് കേൾക്കാം. കമോൺ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണടച്ചുകൊണ്ട് ഇതിനകത്താണ് കൊണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഏത് ലോകത്താണെന്ന് നമുക്ക് പറയാൻ ഒരു കാരണവശാലും പറ്റൂല. അങ്ങനെ ഒരു ഫീലാണ് ഇതിനകത്ത് കയറുമ്പോൾ കിട്ടുന്നത് കേട്ടോ. കുറെ കിളിനാദങ്ങളും ലൈറ്റും വെള്ളച്ചാട്ടവും എല്ലാം കൂടി കലർന്ന ഒരു സംഭവമാണ് ഇതിനകത്ത് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഫ്ലാഷ് കിട്ടും. ഒരുപാട് പേര് നമ്മുടെ ബാക്കിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അടിപൊളിയാണ്. ചിലന്തി വരെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി കേട്ടോ. അപ്പോൾ ഈ കറക്റ്റ് ഒരു കാടിൻ്റെ ഒരു ഫീല് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇവിടെ ഈ ചിലന്തി വലയിൽ ഒരു അടിപൊളി ചിലന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ട കറക്റ്റ് ഒറിജിനലായിട്ട് തോന്നിക്കുന്ന ചിലന്തിയാണ്. ഞാൻ അടുത്തോട്ട് വെച്ച് കാണിച്ചു തരാം.
ഇതാണ് നമ്മളെ കയറി വന്ന ഒരു വഴി കേട്ടോ. എന്ത് സുന്ദരമായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതിനകത്തുള്ളൊരു കിളിക്കൂടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മണ്ടേ നിന്നുള്ളൊരു വ്യൂ കാണാം കേട്ടോ. മണ്ടേ നിന്നുള്ള വ്യൂ ഇതാണ് കേട്ടോ. കുറേ മരച്ചില്ലകൾ, അതിലൊന്നും ഇലയില്ല, ഉണങ്ങി മരച്ചില്ലകളാണ്. ഇതുവഴി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ചിലന്തിക്കൂട്ടിലേക്കൊന്ന് പോകാം കേട്ടോ. ചിലന്തി ഇലയുടെ അടുത്തേക്ക് കണ്ടില്ലേ? നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ആ വെള്ളം ഒഴുകി പോകുന്ന ഒരു സുന്ദരമായ സൗണ്ടും എല്ലാം കൂടി ഉള്ളതുകൊണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിലൊരു കൊക്കൊക്കെ പോകുന്നു. നമ്മൾ കയറി വന്ന വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാണ് ആ ഒരു വ്യൂ കേട്ടോ. കണ്ടില്ലേ? പുറത്ത് വന്നു കഴിഞ്ഞാൽ പള്ളി കാണാം. വീണ്ടും നമുക്ക് അകത്തേക്ക് പോകാം കേട്ടോ. അകത്തേക്ക് പോകുമ്പോഴത്തേക്ക് കണ്ടില്ലേ അടിപൊളിയുണ്ട്. എന്ത് രസമുണ്ട്. എനിക്കാണെങ്കിൽ പോയിട്ട് ഇതിൻ്റെ അകത്തോടെ പോയിട്ട് മടുക്കണില്ല കേട്ടോ. ഇപ്പം നമ്മൾ ആ ഒരു ഇതിൻ്റെ അകത്തേക്ക് വീണ്ടും വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ബാക്കി കാഴ്ചകളൊക്കെ നിങ്ങൾ നേരിട്ട് വന്ന് ആസ്വദിക്കുന്നതായിരിക്കും ഞാൻ പറഞ്ഞു തരുന്നേക്കാളും കൂടുതൽ ബെറ്റർ. അപ്പോൾ ഈ സിയോൺ കുന്ന് ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് ഇവിടെ പെറ്റ് ഷോ സംഘടിപ്പിച്ചിട്ടുണ്ട്. പെറ്റ് ഷോയിൽ കടക്കാനായിട്ട് 30 രൂപ ടിക്കറ്റ് ചാർജ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്? ഇഗ്വാനുകളുണ്ട്. ഇഗ്വാനല്ലേ? ഇഗ്വാനുണ്ട് കേട്ടോ. ഇഗ്വാനുണ്ട്, ഗ്രേ പാരറ്റ്, പിന്നെ മീനുകള്, പ്രാവുകള്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പം 30 രൂപ ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ ഇതും കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിന്റെ കൂട്ടത്തിൽ. അപ്പം ഒരിടത്ത് തന്നെ എല്ലാം ഉള്ളതുപോലെ ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട്. പിന്നെ ഈ പിക്ചേഴ്സ് കാണുന്ന ഒരു സാധനങ്ങളെല്ലാം ഇതിനകത്തുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ വാട്ടർ ഫൗണ്ടൻ ആണ് കേട്ടോ. 1-2 സ്ഥലത്ത് ഇങ്ങനെ വെള്ളം പൊങ്ങി ചാടുന്നതും അതിൽ കുറേ ലൈറ്റുകളും സെറ്റപ്പ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതും കൂടി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ഇവിടെ സിയോൺ കുന്ന് എന്നുള്ള സ്ഥലം. ഞാൻ ഇത്രയും വർഷത്തിൽ ഇങ്ങനെ ഇവിടെ ഒരു സംഭവം ഉണ്ടായിട്ട് ഞാൻ ഇന്ന്, അതായത് ഈ വർഷമാണ് ആദ്യമായിട്ട് വരുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, കണ്ടു, ഒന്നും പറയാനില്ല. അതാണ് ഞാൻ നിങ്ങൾക്ക് കൂടെ കാണിക്കാൻ വേണ്ടി ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ.
ഗൈസ്, നമ്മളെ പള്ളിയിലെ പരിപാടികളൊക്കെ കണ്ടല്ലോ, വേറെ ലെവലായിരുന്നു. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ യൂസഫ് അലി അത് മാറ്റിയിരിക്കുന്നത് കേട്ടോ. നമ്മുടെ കൊച്ചി ലുലു മാളിൽ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ, അതായത് എനിക്ക് തോന്നുന്നു വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സംഭവം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ ആയി മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വരണം, കാണണം. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.